നൗഫൽ, ഇതിനകത്ത് ബംഗാളിലേക്കും തിരിച്ചു വന്നാൽ ഇപ്പം നേരത്തെ നിസാം സെയ്ദ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അവരുടെ ഗ്രാജ്വൽ ഗ്രോത്തിനെ കുറിച്ചാണ്. എന്നാൽ ആ ഗ്രാജ്വൽ ഗ്രോത്തിൻ്റെ ഒരു തുടർച്ചയല്ല ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിസാം, അതായത് CPIMൻ്റെ ഒരു തകർച്ചയുടെ കാലത്ത് അതിനെ ആരാണ് എൻകാഷ് ചെയ്തത്? അത് BJP വന്നു, അവിടെ CPMൻ്റെ വോട്ട് ബാങ്കിനെ അവരെടുത്തു. പക്ഷേ ഇത്തവണ CPM ആവട്ടെ വളരെ സുദീർഘമായ പ്രവർത്തനത്തിലൂടെ തിരിച്ചു വരാനുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. DYFIയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. അവർ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി വിസിബിളാണ്. അതിൻ്റെ നേരിയതെങ്കിലും ഒരു തിരിച്ചുവരവ് എന്തുമാത്രം ശക്തമായിരിക്കുന്നത് കണ്ടറിയണം. സോ CPM സമയമെടുത്ത് അവരുടെ തിരിച്ചുവരവ് പ്രോസസ്സിലേക്ക് കടക്കുന്നത് സത്യത്തിൽ BJPയെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന സംഗതിയാണോ, അതോ നഷ്ടമതുണ്ടാക്കുന്നത് അപ്പുറത്തായിരിക്കും? എന്താണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കാഴ്ച? അദ്ദേഹം പറഞ്ഞതിൽ ശരിയാണെന്ന് തോന്നുന്നു. കാരണം CPMൻ്റെ സാധാരണ പുറത്തേക്ക് പോയിരുന്ന വോട്ട് ഇത്തവണ അങ്ങനെ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം കൃത്യമായുള്ള പ്രവർത്തനമാണ് CPM അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് മുർഷിദാബാദിൽ മത്സരിക്കുന്നത്. മുർഷിദാബാദിൽ നമുക്കറിയാം 75% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു മണ്ഡലമാണ്. ആ ജില്ലയും അങ്ങനെയാണ്. ബഹ്റാംപൂരാണെങ്കിലും തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളൊക്കെ മാൾഡയൊക്കെ ആണെങ്കിലും മാൾഡ ഉത്തരവൊക്കെ ആണെങ്കിലും വളരെയധികം മുസ്ലിം പോപ്പുലേഷനുള്ള മേഖലയാണ്. അവിടെയൊക്കെ വളരെ കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM ഇത്തവണ മാറി ചിന്തിച്ചു. അതായത് പഴയകാല നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളിൽ മിക്കവരെയും മാറ്റിക്കൊണ്ട് യുവാക്കളായ പല നേതാക്കളെയും യുവരക്തത്തെ ഇറക്കുകയാണ് CPM ചെയ്തത്. അതായത് ഇത്തവണയെങ്കിലും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ചധികം സീറ്റുകൾ നേടാനുമൊക്കെയാണ് CPM ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അവരുടെ കേഡർ വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിൽ വീഴുക എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും CPMനെ കോൺഗ്രസിനെ കൃത്യമായി അവരോടൊപ്പം പങ്കുചേർന്ന് കൃത്യമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവരിപ്പോഴും പക്ഷേ TMC ആണ് അവരുടെ മുഖ്യ എതിരാളിയായി കാണുന്നത്, BJP അല്ല എന്നുള്ളത് കൂടി ഓർക്കുക. അങ്ങനെ TMCയോടുള്ള എതിർപ്പ് കാരണം ആളുകൾ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് CPMും മുൻകൂട്ടി കാണുന്നു. അങ്ങനെയെങ്കിൽ അത് ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് BJPയിലേക്കോ TMCയിലേക്കോ പോവാതെ തങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ അത്രത്തോളം അവർക്ക് ആ പ്രതീക്ഷ പുലരാനുള്ള സാധ്യതയില്ല. പക്ഷേ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഒക്കെ അങ്ങോട്ടേക്ക് ചാഞ്ഞ വോട്ടുകൾ കൃത്യമായി CPMൻ്റെ പെട്ടിയിലേക്ക് വീണാൽ അത് BJPക്കാണ് കൂടുതലായി ദോഷം ചെയ്യുക എന്ന് തന്നെയാണ് തോന്നുന്നത്.